അല്ല ബാക്ക് ടു സ്കൂളോ? ബാഗിന്റെ ഒക്കെ എന്തോരം കളക്ഷനാ. ഇതൊക്കെ നോക്കിട്ട് തന്നെ കാര്യമുള്ളൂ. എൻ്റെ ഒക്കെ ഞാൻ എന്തൊക്കെ എടുക്കുക? അയ്യോ, ബാഗ്, വാട്ടർ ബോട്ടില്, നോട്ട്ബുക്ക്, ടിഫിൻ ബോക്സ്, ഞാൻ എന്തൊക്കെ എടുക്കുക? അതൊക്കെ അവിടെ വെക്കുന്നു ചെയ്താ 10 ഐറ്റംസ് കോംബോ ഓഫർ വെറും 499. ഫസ്റ്റ് തന്നെ ഒരു ബാഗിന് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ പേപ്പർ, പിന്നെ വാട്ടർ ബോട്ടില്, നൈസ് സ്ലിപ്പ്, ക്രയോണ്, ജോമെട്രി ബോക്സ്, ടിഫിൻ ബോക്സ്, പിന്നെ ഒരു പേന, ഒരു പെൻസില്, പിന്നെ 152 പേജിൻ്റെ 5 നോട്ട് ബുക്ക് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ടുണ്ടല്ലോ 499 കേട്ടോ. സ്കൂൾ പർച്ചേസിംഗ് ഉണ്ടല്ലോ നമ്മുടെ ചേലക്കരയുള്ള VS സൂപ്പർവാലിക്കുണ്ട് പോരിട്ടങ്ങള്. വാണിയംകുളം ത്രാങ്ങാലിയിൽ വീടിനായുള്ള അപേക്ഷ ഉദ്യോഗസ്ഥൻ നഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. വിഷയത്തിൽ അടിയന്തരമായി സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. വാണിയംകുളം ത്രാങ്ങാലിയിൽ അർഹതപ്പെട്ട വീടിനായി നൽകിയ അപേക്ഷ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട സംഭവത്തിൽ BJP പ്രതിഷേധം ശക്തമാക്കുന്നു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കൾ ദുരിതത്തിലായ മുല്ലക്കൽ കറുപ്പന്റെ വീട് സന്ദർശിച്ചു. 20 വർഷത്തോളമായി മാറി മാറി വന്ന ഭരണസമിതികൾ ഈ നിർധന കുടുംബത്തോട് കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് P വേണുഗോപാൽ പറഞ്ഞു. ത്രാങ്ങാലി സ്വദേശികളായ കറുപ്പന്റെയും മഞ്ജുളയുടെയും കുടുംബമാണ് 2 പതിറ്റാണ്ടായി അടച്ചുറപ്പുള്ള ഒരു വീടിനായി കാത്തിരിപ്പ് തുടരുന്നത്. അർഹതാ ലിസ്റ്റിൽ മുൻപന്തിയിൽ ഇടം നേടിയിട്ടും തങ്ങൾക്ക് വീട് ഇതുവരെ അനുവദിച്ചില്ലെന്ന് കുടുംബം നേതാക്കളോട് പറഞ്ഞു. പെയിന്റിംഗ് തൊഴിലാളിയായ കറുപ്പന്റെ ഏക വരുമാനം കൊണ്ടാണ് 2 പെൺകുട്ടികൾ അടങ്ങുന്ന 4-അംഗ കുടുംബം ഈ മൺകൂരയ്ക്കുള്ളിൽ കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ PMAY പദ്ധതി പ്രകാരം വീട് ലഭിക്കുന്നവരുടെ ലിസ്റ്റിൽ ഇവരും ഉൾപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് ആവശ്യപ്പെട്ട രേഖകളെല്ലാം ഇവർ ഓഫീസിൽ സമർപ്പിക്കുകയും ചെയ്തു. ഒപ്പം അപേക്ഷ നൽകിയ മറ്റെല്ലാ കുടുംബങ്ങൾക്കും വീട് ലഭിച്ചപ്പോൾ തനിക്ക് മാത്രം എന്തുകൊണ്ട് കിട്ടിയില്ലെന്ന് അന്വേഷിച്ചപ്പോഴാണ് രേഖകൾ നഷ്ടപ്പെട്ടു എന്ന മറുപടി അധികൃതരിൽ നിന്നും ലഭിച്ചതെന്ന് മഞ്ജുള BJP നേതാക്കളോട് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലിനോടൊപ്പം ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി P ജയരാജ്, വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സുമ ബാബു, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് T ബാബു, ഏരിയ പ്രസിഡന്റ് P സുനിൽകുമാർ, മനുശ്ശേരി ഏരിയ പ്രസിഡന്റ് രാജു ആറന്കുളം, ഏരിയ ജനറൽ സെക്രട്ടറി രാകേഷ്, BJPയുടെ വാർഡ് മെമ്പർമാർ തുടങ്ങിയവരും കുടുംബത്തെ സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു. ആ ഇടതുപക്ഷത്തിന് ഒരു മാറ്റം ഉണ്ടാക്കിയേ തീരും. അതോടൊപ്പം തന്നെ അവിടെ കൊടുത്തിട്ടുള്ള രേഖകൾ കാണാനില്ല എന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. അപ്പോൾ അതിന് തക്കതായുള്ള നടപടി എടുക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് വീട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. സമാനമായുള്ള സംഭവങ്ങൾ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ആളുകളുടെയാണ് ഇതുപോലെ രേഖകൾ നഷ്ടപ്പെട്ടെന്നറിയില്ല. ഇവർ കൊടുക്കുന്ന രേഖകൾ മറ്റെന്തെങ്കിലും തിരിമറി ചെയ്യുന്നുണ്ടോ ഭരണകർത്താക്കൾ എന്നറിയുന്നില്ല. അത് ആരുടെ വീഴ്ചയാണ്? അത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ വീഴ്ചയാണോ? അതിലത്തെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണോ? ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണെങ്കിലും അതിന് ഉത്തരവാദികൾ ഭരിക്കുന്ന ആളുകളാണ്. കാരണം ഏത് സംവിധാനത്തിലും ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തിയാൽ അത് ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം നിൽക്കുന്നില്ല, അത് കൃത്യമായി അന്വേഷിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഭരിക്കുന്ന ആളുകളെ അന്വേഷിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇതുള്ളത്. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഇവരുടെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം വേറെ ആയതുകൊണ്ട് ചാനലുകളിലൊക്കെ ഈ വാർത്ത വന്നതുകൊണ്ട് അവർക്ക് നാണക്കേട് വന്നപ്പോൾ വീണ്ടും നിര്യാതന ബുദ്ധിയോടുകൂടി മാറ്റി വച്ചിരിക്കാനാണ് സാധ്യത ഈ രേഖകൾ. അതുകൊണ്ട് ആ രേഖകൾ തിരിച്ചെടുത്ത് ഇവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള അവരുടെ വീട് അവർക്ക് കൊടുക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. സമാനമായുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ രേഖകൾ പോലും സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതി രാജിവെച്ച് പോവുകയാണ് വേണ്ടതെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് CCV. Srikrishna College for Healthcare and Media Studies, VWalk, മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ.